CPM-ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ ചില തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭരണം അവസാനിക്കാൻ 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പയ്യന്നൂർ രക്തസാക്ഷിയുടെ പേരിലും പണം തട്ടിയെടുത്ത വാർത്തകൾ പുറത്തു വരുന്നത്. അതും പാർട്ടിയുടെ ഒരു MLA തന്നെ മോഷ്ടിച്ചു എന്ന തെളിവുകളാണ് മുതിർന്ന പാർട്ടി നേതാവ് പുറത്തുവിട്ടിരിക്കുന്നത്. പയ്യന്നൂരിലെ CPM DYFIയുടെയും ഒക്കെ പ്രവർത്തകർക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്നു, അവരുടെ സഹപ്രവർത്തകനായിരുന്നു ധനരാജ് എന്ന് പറയുന്നത്. 40 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ അയാൾ കൊല്ലപ്പെട്ടു. പയ്യന്നൂർ പോലെയുള്ള ഒരു പാർട്ടി ഗ്രാമത്തിൽ ഒരു CPM നേതാവിനെ ഇങ്ങനെ കൊല്ലാനുള്ള ധൈര്യം ആർക്കാണുള്ളത് എന്നൊക്കെ എല്ലാവരും വന്ന് ചോദിച്ചു. എങ്കിലും കുറച്ച് RSS പ്രവർത്തകർ ഇതിന്റെ പ്രതികളായി അവർ അറസ്റ്റിലായി. ധനരാജിനെ കൊന്നത് തങ്ങളല്ലെന്നും അത് CPM-ലെ വിഭാഗീയത കാരണം ആണ് സംഭവിച്ചതെന്നും അത് വ്യക്തമായി അന്വേഷിക്കണമെന്നും BJP-യുടെയും RSS-ന്റെയും നേതൃത്വം അന്ന് തന്നെ പറഞ്ഞതാണ്. അത് പോലീസിന്റെ അന്വേഷണ പ്രകാരം വിശ്വസിക്കുകയേ നമുക്ക് നിർവാഹമുള്ളൂ. അവർ പ്രതികളെ കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ CPM-ന്റെ MLA-യാണ് ഈ ധനരാജിന്റെ പേരിലുള്ള ഫണ്ട് തട്ടിയെടുത്തത് എന്നും ഇപ്പോൾ MLA-ആയ TI മധുസൂദനനും കൊല്ലപ്പെട്ട ധനരാജും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് എന്നും അത് ഇപ്പോൾ BJP അധ്യക്ഷൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതെല്ലാം വലിയ സംശയങ്ങൾ വരുത്തുകയാണ് ഈ വിഷയത്തിൽ. എന്നാൽ കേരളം ഭരിക്കുന്ന ആഭ്യന്തരം കയ്യിലുള്ള പാർട്ടി എന്നുള്ള നിലയിൽ CPM ഇനി മറ്റൊരു അന്വേഷണം നടത്തുമെന്ന് ആരും കരുതുന്നുമില്ല. ഏതായാലും ധനരാജിനെ കൊന്നത് ആര് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഉപ്പു തിന്നവർ വെള്ളം കുടിക്കും. എന്നാൽ ധനരാജിന്റെ പേരിൽ 1 കോടി രൂപ പിരിച്ച് അതിൽ 48 ലക്ഷത്തോളം രൂപ തിരിമറി നടത്തിയത് MLA TI മധുസൂദൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സംഘമാണ് എന്നുള്ളത് ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി തന്നെ സമ്മതിച്ച മട്ടായിരുന്നു. അതായത് രസീതി തിരിച്ചേൽപ്പിച്ചില്ല എന്നും കണക്ക് ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് പറയാനില്ലെന്നും പറഞ്ഞ് മലക്കം മറിഞ്ഞ ജില്ലാ സെക്രട്ടറി അത് MLA അടക്കമുള്ളവരുടെ തിരിമറി എന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞത്. അതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലായി CPM നേതൃത്വം. കാരണം നിയമസഭ നടക്കുകയാണിപ്പോൾ. ഫണ്ട് മോഷ്ടിച്ചത് ഒരു MLA എന്ന് പറയുമ്പോൾ അത് നിയമസഭയിൽ 100% ചർച്ചയ്ക്ക് വരും. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇതിന് ഉത്തരം പറയേണ്ടി വരും. ആ ഉത്തരമില്ലാതെ കൈകാലിട്ടടിക്കുകയായിരുന്നു ഇന്ന് രാവിലെ മുഖ്യമന്ത്രി. അങ്ങനെയാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ അതിനൊരു വിശദീകരണം പോലും നൽകാതെ ആ പ്രമേയം തന്നെ അങ്ങ് റദ്ദാക്കിയ സ്പീക്കറുടെ നടപടി വലിയൊരു ഒളിച്ചോട്ടം തന്നെയാണ് നമുക്ക് കാട്ടിത്തന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. ഫണ്ട് വെട്ടിപ്പിൽ CPM പ്രതിരോധത്തിലാണെന്നും മറുപടിയില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് സ്പീക്കർ പ്രമേയം റദ്ദാക്കി ഓടി രക്ഷപ്പെട്ടത് എന്നും വളരെ വ്യക്തമായി കഴിഞ്ഞു. CPM പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയത്തിൽ സഭയിൽ സ്പീക്കർ ഇങ്ങനെ ചർച്ച നിരന്തരമായി നിഷേധിക്കുകയാണ്. CPM പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയത്തിൽ സഭയിൽ ചർച്ചയേ വേണ്ട എന്നാണ് സ്പീക്കറുടെ നിലപാട്. ഇന്ന് ആ വിഷയം ചർച്ചയ്ക്കെടുത്തിരുന്നുവെങ്കിൽ ഇന്ദ്രനും ചന്ദ്രനും അടുക്കാത്ത പിണറായി, ഉയർത്തിപ്പിടിച്ച വാളിനിടയിൽ കൂടി നടന്ന പിണറായി എഴുന്നേറ്റ് ഓടേണ്ടി വരുന്നൊരവസ്ഥ നമ്മൾ കാണുമായിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇതിൽ മറുപടി പറയാൻ കഴിയില്ല, അതിന് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. എന്നാൽ ഷംസീർ എന്ന സ്പീക്കർ അന്ധമായ മുഖ്യമന്ത്രി സ്നേഹം കൊണ്ട് കാണിച്ചത് ഇവിടെ അനീതിയായിരുന്നു. കാരണം രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചവരെ സംരക്ഷിക്കുക വഴി ഒരു MLA-യെ കൂടി രക്ഷപ്പെട്ടത് വഴി സത്യം മറച്ചുവെക്കാനാണ് ആ സഭയെ സ്പീക്കർ ഉപയോഗിച്ചത്. MLA-ക്കെതിരെ കേസെടുക്കണമെന്ന കാര്യം സ്പീക്കർ മറന്നുപോയി. അങ്ങനെ രക്തസാക്ഷിയായ ഒരു സഹപ്രവർത്തകന്റെ പേരിൽ പണം പിരിച്ച് തട്ടിപ്പ് നടത്തി ആ പണം വിഴുങ്ങി എന്ന് പറയുന്ന MLA-യെ വരെ സംരക്ഷിച്ച മുഖ്യമന്ത്രി CPM-ന്റെ ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തനാവുകയാണ്.